ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ വർഷഫലമാണ്. ആത്മീയമായ ഉണർവിൻ്റെയും കഠിനമായ പ്രയത്നത്തിലൂടെയും വിജയത്തിൻ്റെയും കാലഘട്ടം കൂടിയാണ് 2026. ജ്യോതിഷശാസ്ത്രമനുസരിച്ച് വ്യാഴം ഭരണാധിപനായ ഈ നക്ഷത്രം തീക്ഷ്ണതയെയും രൂപാന്തരീകരണത്തിൻ്റെയും പ്രതീകമാണ്. പ്രപഞ്ചശക്തികളുടെ ചലനങ്ങളിൽ 2026 സവിശേഷമായ പ്രാധാന്യമുണ്ട്. സംഖ്യാശാസ്ത്രപരമായി ഇത് 1 എന്ന സംഖ്യയുടെ ഊർജത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത് പുതിയ തുടക്കങ്ങളെയും വ്യക്തിത്വ വികാസത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പൂരിട്ടാതി നക്ഷത്രം കുംഭൻ രാശിയിലും, അതായത് ആദ്യത്തെ 3 പാദങ്ങൾ മീനൻ രാശിയിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഈ വർഷത്തെ ഫലങ്ങൾ 2 രാശിക്കും വ്യത്യസ്തമായ അളവിലായിരിക്കും അനുഭവപ്പെടുക. ശനി മീനൻ രാശിയിൽ തുടരുന്നത് 4 പാദക്കാർക്ക് ജന്മശനിയുടെ കാഠിന്യം നൽകുമ്പോൾ, കുംഭക്കൂറുകാർക്ക് 7.5 ശനിയുടെ അവസാന കാലഘട്ടത്തിലെ ആശ്വാസമാണ് നൽകുന്നത്. ശനി മീനൻ രാശിയിൽ വർഷം മുഴുവൻ നിലകൊള്ളുന്നു. കർമ്മഫലം, ഉത്തരവാദിത്തങ്ങൾ, ജന്മശനി എന്നിവയാണ് സ്വാധീനിക്കുന്നത്. വ്യാഴം മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് ജൂൺ 2, 2026 ഉച്ചസ്ഥിതിയിലാണ് സഞ്ചരിക്കുന്നത്. ഹംസയോഗം, ഐശ്വര്യം എന്നിവയാണ് സ്വാധീനം. രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്ക് ഡിസംബർ 5, നവീന ആശയങ്ങൾ, വിദേശ യാത്രകൾ എന്നിവ. കേതു ചിങ്ങത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് ഡിസംബർ 5, ആത്മീയത, ബന്ധങ്ങളിലെ വൈകാരികത എന്നിവയാണ് സ്വാധീനിക്കുന്നത്. ശനി മീനൻ രാശിയിൽ 2026 ജൂലൈ 27, ഡിസംബർ 11 വരെ. ആത്മപരിശോധന, കാലതാമസം എന്നിവ. ശനി മീനൻ രാശിയിൽ തുടരുന്നത് പൂരിട്ടാതി 4 പാദക്കാർക്ക് അതീവ ശ്രദ്ധ ആവശ്യമുള്ള കാലമാണ്. ഇത് 7.5 ശനിയുടെ പാരമ്യമാണ്. ഇതിനെ ജന്മശനി എന്ന് വിളിക്കുന്നു. ഈ കാലയളവ് ശാരീരികമായ അലച്ചിനും മാനസികമായ സമ്മർദ്ദത്തിനും കാരണമാകും. എന്നാൽ പൂരിട്ടാതി 1, 2, 3 പാദക്കാർക്ക് ശനി 2ാം ഭാവത്തിലായതിനാൽ സാമ്പത്തികമായ അച്ചടക്കം പാലിച്ചാൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നതാണ്. 2026 പൂരിട്ടാതി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവുമാണ് വിജയത്തിന് ആധാരമാകുന്നത്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ഏറ്റവും അനുയോജ്യമാണ്. ഔദ്യോഗിക മേഖലകളിൽ അധ്വാനഭാരം വർദ്ധിക്കുമെങ്കിലും അതനുസരിച്ചുള്ള പ്രതിഫലം വർഷ അവസാനത്തോടെ ലഭിക്കുമെന്ന് ചില ജ്യോതിഷികൾ പറയുന്നുണ്ട്. ഭരണപരമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഗവേഷണം, സ്റ്റാറ്റിസ്റ്റിക്സ്, ജ്യോതിഷം തുടങ്ങിയ മേഖലയിലുള്ളവർക്കും ഈ വർഷം അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഹീലിംഗ് പ്രൊഫഷണലിലുള്ളവർക്കും, അതായത് ഡോക്ടർമാർ, തെറാപ്പിസ്റ്റുകൾ വലിയ തോതിലുള്ള അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആദായം വർദ്ധിക്കുന്നതായി കാണുന്നു. കാർഷിക വസ്തുക്കളുടെ വിൽപ്പനയുടെ ലാഭം ലഭിക്കാൻ യോഗമുണ്ടെന്നാണ് കാണുന്നത്. ശനി 10ാം ഭാവത്ത് വീക്ഷിക്കുന്നതിനാൽ മീനക്കൂറുകാർ ജോലിയിൽ നിന്നും അധികാരികളിൽ നിന്നും കടുത്ത പരിശോധനകൾ നേരിടേണ്ടി വരും. ഇത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടെയും സത്യസന്ധമായും പ്രവർത്തിക്കുന്നത് ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. സാമ്പത്തികമായി 2026 ഒരു പരീക്ഷണ ഘടകമായ വർഷമാണെങ്കിലും മികച്ച പ്ലാനിങ്ങിലൂടെ ലാഭം നേടാൻ സാധിക്കും. വർഷത്തിന്റെ തുടക്കത്തിൽ പെട്ടെന്നുള്ള സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകാം. എന്നാൽ ശനി 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാനും ഇതിൽ പറയുന്നു. അതിനാൽ വലിയ റിസ്ക്കുള്ള കാര്യങ്ങൾ, നിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ഉചിതമാണ്. ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി സാമ്പത്തികമായ ഒരു സുവർണ കാലഘട്ടം പ്രദാനം ചെയ്യുന്നു. ഈ സമയത്ത് പഴയ കടങ്ങൾ വീട്ടുന്നതിനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാധിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പിതൃസ്വത്തുക്കളിൽ നിന്നും ലാഭം ലഭിക്കാൻ പ്രതീക്ഷിക്കാവുന്നതാണ്. സാമൂഹികമായും വൈകാരികമായും പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ബന്ധങ്ങളെ ആഴത്തിൽ പരീക്ഷിക്കാവുന്ന വർഷമാണിത്. രാഹുവിന്റെയും കേതുവിന്റെയും സഞ്ചാരം ബന്ധങ്ങളിൽ ചില വിട്ടുപിടുത്തങ്ങളും അതേസമയം പുതിയ പാഠങ്ങളും നൽകുന്നു. അവിവാഹിതരായവർക്ക് ജൂൺ മാസത്തിന് ശേഷം വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ വളരെ അനുകൂല സമയമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുമെങ്കിലും ആശയവിനിമയത്തിലെ പൊരുത്തക്കേടുകൾ മൂലം ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. മീനക്കൂറുകാർ ജാതകർക്ക് ജന്മശനി കാലഘട്ടമായതിനാൽ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ വലിയ ഭാരമായി അനുഭവപ്പെടും. ബന്ധങ്ങളിലെ സുതാര്യത പാലിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. മറച്ചുവെച്ച സത്യങ്ങൾ പുറത്തു വരുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കുമെങ്കിലും അവരുടെ കാര്യങ്ങൾക്കായി സമയം മാറ്റിവെക്കേണ്ടിയും വരും. വിവാഹിതരായ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം ജൂണിന് ശേഷം അനുകൂല സമയമാണെന്ന് പറയുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൂരിട്ടാതി നക്ഷത്രക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ജ്യോതിഷത്തിൽ കാണുന്നത്. മധ്യവർഷത്തിൽ രക്തസമ്മർദ്ദം, മാനസിക സമ്മർദ്ദം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അച്ചടക്കമില്ലാത്ത ജീവിതശൈലി നയിക്കുന്നത് രോഗങ്ങൾ വർദ്ധിക്കുകയും ആശുപത്രിവാസത്തിനും കാരണമാകും. ജന്മശനിയുടെ സ്വാധീനം കാലുകൾക്ക് വേദനയോ നേത്ര സംബന്ധമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. പതിവായ യോഗയും ധ്യാനവും മാനസിക സമാധാനം നിലനിർത്താൻ സഹായിക്കും. ഭക്ഷണക്രമത്തിൽ മിതത്വം പാലിക്കുന്നത് ശരീരത്തിന്റെ ഊർജ്ജനില നിലനിർത്താൻ അത്യാവശ്യമാണ്.
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 ഒരു കഠിനാധ്വാനത്തിന്റെ വർഷമായിട്ടാണ് കാണുന്നത്. ഏകാഗ്രത കുറവ് അനുഭവപ്പെടാമെങ്കിലും അച്ചടക്കത്തോടെയുള്ള പഠനം വിജയത്തിലേക്ക് നയിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിന് ശേഷം മികച്ച അവസരങ്ങൾ ലഭിക്കാനാണ് ഇടയുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ക്രിയേറ്റീവായ വിഷയങ്ങൾ, ഗവേഷണം, ശാസ്ത്രം എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി വലിയ അനുഗ്രഹമാകും. പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രങ്ങളിൽ ഒന്നായി കാണപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. ശ്രീകൃഷ്ണൻ അർജുനന് കാണിച്ചു കൊടുക്കുന്ന വിശ്വരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 6 അടിയിലധികം ഉയരമുള്ള ഈ വിഗ്രഹം കേരളത്തിലെ ഏറ്റവും വലിയ കൃഷ്ണ വിഗ്രഹങ്ങളിൽ ഒന്നാണ്. അർജുനൻ തന്റെ സഹോദരനായ കർണനെ കൊന്ന പാപത്തിൽ നിന്ന് മോചിതനാകാൻ നിർമ്മിച്ച ക്ഷേത്രമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഇതൊരു പാപപരിഹാര ക്ഷേത്രമാണ്. നക്ഷത്ര ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാൽപായസം വഴിപാടായി നൽകുകയും ചെയ്യുന്നത് ഉത്തമമായി കാണുന്നുണ്ട്. ശനിപ്രീതിക്കായി ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിയിക്കുക, ഹനുമാൻ ചാലിസ ജപിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. വ്യാഴപ്രീതിക്കായി വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. രാഹു കേതു ദോഷത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തുക, കറുത്ത പശുവിനെ പോറ്റുക. ജനുവരി ഫെബ്രുവരിയുള്ള കാലഘട്ടത്തിൽ പുതിയ പദ്ധതികൾ തുടങ്ങാൻ അനുയോജ്യമായ സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും, സാമ്പത്തികമായ നേട്ടങ്ങളും ഉണ്ടാകും. മാർച്ച് ഏപ്രിൽ ചെലവ് നിയന്ത്രിക്കണം, പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കുക. ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. മെയ് ജൂൺ മാസങ്ങളിൽ വ്യാഴമാറ്റം സംഭവിക്കുന്ന കാലമാണ്. വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളും ഉണ്ടായി വരും. ജൂലൈ ഓഗസ്റ്റ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലികളിൽ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാം. ക്ഷമ പാലിക്കേണ്ടതാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും മികച്ച പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാനും ഇടയുണ്ടാകും. നവംബർ ഡിസംബറിൽ വർഷ അവസാനം ആശ്വാസപ്രദമായാണ് കാണുന്നത്. പുതിയ വരുമാന സ്രോതസ്സുകൾ തെളിയും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും.